ഇറങ്ങിയതാ ഞാൻ വീട്ടീന്ന്. ഞാൻ പിന്നെ കാട്ടിയെന്നാണ് ഇറങ്ങിയത്. ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചാർന്നു, തിന്നാർന്നോ? ഉണ്ടാക്കി വെച്ചെങ്കിൽ പറയണമായിരുന്നു. അല്ലാതെ എങ്ങനെ? ഗ്യാസ് കേറുവേ. ഏറട്ടെ, ഗ്യാസ് കയറി ചാവട്ടെ, ആർക്കാ ഛേദം? കഴിക്ക്. അപ്പൊ ഉപ്പുമാവ് പൊതിഞ്ഞോണ്ട് വന്നായിരുന്നല്ലേ? ഉപ്പുമാവല്ല, ഗ്യാസിന്റെ ഗുളികയാ. ഇവിടെ ചെന്ന് ഗ്യാസ് കയറി ചാവാ നിക്കണ്ട. ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചത്താ മതി. കോഴിക്കൂട് അടച്ചാർന്നോ? ഇല്ലായിരുന്നു. കഴിക്കെന്നാ കുരുവോ? ഞാൻ കോഴിക്കൂട് അടയ്ക്കാൻ അങ്ങോട്ട് ചെന്നപ്പോ അതിനകത്തിരുന്നുണ്ട് കോഴി പറയാ ഞാൻ ഇതിനകത്തുനിന്ന് കുറ്റി കിട്ടോളാവുന്നു. ആടിനെ കെട്ടിയായിരുന്നോ? ഇല്ല, ഞാൻ 40 കൊല്ലം മുമ്പ് ഒരു പോത്തിനെ അങ്ങ് കെട്ടി. ആടിനെ അഴിച്ച് കെട്ടിയായിരുന്നോ എന്നാ ചോദിച്ചത്. ഇല്ല, ആടിനെ കെട്ടാൻ ചെന്നപ്പോഴേ ആട് പറയാ കെട്ടുപ്രായം ആയിട്ടില്ലെന്നും പറഞ്ഞാ തറയെ കിടന്നുകൊണ്ട് ഉരുണ്ട് കരയുവാ. അപ്പൊ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ, ഞാൻ ഇങ്ങോട്ട് അങ്ങ് പോന്ന്. കർക്കുത്തര കോമഡി ആയിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുക. എന്തുവാ? ഒരു കടവാവിൽ ഇങ്ങോട്ട് പറന്നു വരുന്നെന്ന് തോന്നുന്നു. അയ്യോ, അത് വക്കീല. ഹലോ. മോളു, ഞാൻ ഓഫീസെത്തി. വിളിക്കാത്തതോ? അയ്യോ, ഞാൻ ഡ്രൈവിലായിരുന്നു. മറൈൻ ഡ്രൈവ് അല്ലടി, കാർ ഡ്രൈവ് കൊണ്ടിരിക്കുവായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കണം കേട്ടോ. മൂത്തിരുന്ന് കഷഞ്ഞോ, കാത്തിരുന്ന് മുഷിഞ്ഞോന്ന്. എന്താണ് കേസ്? ഡൈവേഴ്സ് വേണം. ആർക്ക്? മോനാണോ മോക്കാണോ? കുഞ്ഞിമോൾക്കാ. കുഞ്ഞുമോനാ? അവർ രണ്ടുപേരും വന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ഞാനാ കുഞ്ഞിമോള്. ഞാനാ കുഞ്ഞുമോൻ. അല്ല, ഈ വയസ്സായ നിങ്ങൾക്കാണോ ഡൈവേഴ്സ്? എന്നാ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാ ഡൈവോഴ്സ് ചെയ്യുന്നേ? ഇങ്ങേര് ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുവല്ലയോ? അമ്മച്ചിയാ? നാളെയോ മറ്റന്നാളോ ഒന്നും പറഞ്ഞിരിക്കും. ശരി, ഓക്കെ. നിങ്ങളെ ഫാമിലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്താണ്? ഇങ്ങേരെ കെട്ടിയ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നവാ. എന്നായിരുന്നു കെട്ട്? എന്റെ മോനെ രംഭത്തിലാണോ മകരന്തത്തിലാണോ അമ്മയ്ക്ക് ഓർമ്മയില്ല. പക്ഷെ മഴയുള്ള ഏതോ മലയാള മാസമായിരുന്നു. മലയാള മാസത്തിന്റെ പേര് പറഞ്ഞു കേട്ടോ, രംഭത്തിലാണോ എന്ന്. എടി, മഴയുള്ള മാസമാണേ അത് അവളോടൊപ്പം ഇരുന്ന എന്റെ നാക്കല്ല, ഞാനും പഴിച്ചു. എന്റെ അപ്പച്ച അമ്മച്ചി, നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു അത് പറ. കല്യാണം എങ്ങനെയാ കഴിഞ്ഞേന്ന് അല്ലയോ കുഞ്ഞു ചോദിച്ചേ? ആദ്യം അമ്മച്ചിയെ നാദസ്വരം ഇറക്കി താഴെ വെക്ക്. തകിലങ്ങോട്ട് വൈ. ഞാൻ ചോദിച്ചത് താലി കെട്ടി എവിടെയാ? കഴുത്തേ വെച്ച്. കഴുത്തിന് ചുറ്റും നാക്കുള്ള ഓളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പച്ചനോട് ചോദിക്കാം, താലി കെട്ടി എവിടെ വെച്ചാ? അഴുത്ത വെച്ച് അവള് പറഞ്ഞില്ലേ? അതല്ല. അതായത് നിങ്ങളുടെ കല്യാണം എവിടെ വെച്ചായിരുന്നു അത് പറഞ്ഞാൽ മതി. ഓഡിറ്റോറിയം. ഓ, അത് കെട്ടി രക്ഷപ്പെട്ട്. അപ്പൊ ഇനി നിങ്ങളുടെ കല്യാണം നടന്ന് ഇത്രയും മുതലായി, എവിടെ മുതലാണ് പ്രശ്നം തുടങ്ങിയത്? ഒരു തീർത്ഥയാത്രയ്ക്ക് പോയവിടെ മുതൽ പ്രശ്നം തുടങ്ങി. എവിടെ തീർത്ഥയാത്ര പോയി? ഗോവ. ഗോവയിലാണോ തീർത്ഥയാത്ര പോകുന്നത്? എന്റെ കാശ് തീർത്ഥയാത്ര. ആ തീർത്ഥയാത്ര അവിടെ ചെന്നപ്പോ ഉണ്ട്, അവിടെ ഈ കടപ്പുറത്ത് സ്വിമ്മിംഗ് പൂളിലും ഒക്കെ സായിപ്പ് മാതാമയൊക്കെ നിക്കറും ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമല്ലോ. ഇത് കണ്ടപ്പോ എവക്കൊന്ന് കുത്തിമറിയണം, എവക്ക് ബർമുഡ ഇട്ടോണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന്. പിന്നെ എനിക്കും വേണ്ടടാ കൊച്ചെ വസ സ്വാതന്ത്ര്യം. അത് പറയാൻ പോലും അമ്മച്ചിക്ക് വയ്യ. പിന്നെ എന്ത് ചെയ്യാനാ? അവിടെ നിർബന്ധം കാരണം ഞാൻ എന്റെ പാളക്കരയൻ അണ്ടർവെയർ ഊരി അവക്ക് കൊടുത്ത്. അപ്പൊ അപ്പച്ചനാ? എനിക്ക് വേണ്ട ഒരു സ്വാതന്ത്ര്യമൊക്കെ. സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, പിന്നീട് ഉണ്ടായ കാര്യം പറ. അവൾ ബർമുഡ ഇട്ടോണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിനകത്ത് താറാവ് കിടന്ന് നീന്തണക്കതാ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നീന്തി കളിക്കുന്നു. ഇത് കൊള്ളാവോ ഈ പ്രായത്തില്? എന്നതാ എന്റെ പ്രായത്തിന് ഒരു കുഴപ്പം? ഇപ്പോഴല്ലേ വയസ്സായത്. കൊച്ചനെ ചെറുപ്പത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കാണാതെ, ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. ചെറുപ്പത്തിൽ ഞാനല്ലയോ നിന്നെ വന്ന് കണ്ടത്. ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ എന്തൊക്കെ ചക്കര വർത്താനം പറഞ്ഞതാന്നറിയാവോ? നിങ്ങൾ പറഞ്ഞില്ല, ശ്രീവിദ്യയുടെ നടത്തം, ശീലയുടെ കണ്ണ്, ജയഭാരതിയുടെ നുണക്കുഴി, ഉണ്ണിമേരിയുടെ മൂക്ക്, ഇതൊക്കെയാ എന്നെ കണ്ടപ്പോ പറഞ്ഞത്. ഒരു വസ്തു കച്ചവടം നടക്കാൻ വേണ്ടി നമ്മൾ വസ്തുവിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ എയർപോർട്ട് ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ലുലു മാൾ ഉണ്ടെന്നൊക്കെ പറയത്തില്ലയോ? അത് കച്ചവടം നടക്കാൻ വേണ്ടി അന്ന് കരുതിയാ പോരായോ? സ്നേഹമില്ലാത്തോനാ കൊച്ചേ, ഇങ്ങനെ സ്നേഹമില്ലാത്തോനാ. വർത്താനം പറഞ്ഞ സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എന്നാ പിന്നെ എന്റെ പിറന്നാളുടെ ഡേറ്റ് എന്നാന്നൊന്ന് പറഞ്ഞേ. ഒരാവശ്യം വന്നപ്പോ പുല്ല് എവിടെ പോയിരിക്കാം? ഏപ്രിൽ 29. എഴുതി വെച്ചിട്ടുണ്ടോ? സ്നേഹമില്ലാത്തോണ്ടാണോ? സ്നേഹം ഉണ്ടാകണ്ടല്ല,
കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ചില്ലെന്ന് പറഞ്ഞ അവള് ചെലവായി കയറി എന്റെ തല പൊട്ടിച്ച് ആശുപത്രി കിടന്നായിരുന്നു. ആ ആശുപത്രി ബില്ല് അതിനകത്ത് ഡേറ്റ് ഉണ്ടായിരുന്നു. അത് ശരി. ഇങ്ങനെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല കൊച്ചെ. അല്ല, അത് ഞാൻ വേറെ കാര്യം പറയാം. പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, എന്തോന്ന്? ഈ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഒരു ബസ് യാത്ര പോലെയാണ്. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, ബസ് കാത്ത് നിൽക്കുമ്പോൾ ആദ്യം ഒരു ഓർഡിനറി ലോക്കൽ ബസ് വരും. നമ്മൾ ചാടി അതിനകത്ത് ടിക്കറ്റ് എടുക്കും, ബസ് പുറപ്പെടും. പിന്നെയാണ് വരുന്നത് എന്തോന്ന്? ഈ പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, എക്സ്പ്രസ്, ഡീലക്സ്, എയർ ബസ് എന്നാ നമുക്ക് ഇതിൽ നിന്ന് അതിൽ കയറാൻ പറ്റുമോ? അതെന്നാ? നമ്മൾ ഓൾറെഡി ഈ ലോക്കലിൽ കയറി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞില്ലേ? അതെന്താണ് വക്കീലെ, മനുഷ്യന്മാര് 4 കാര്യത്തിലാ സംതൃപ്തി ഇല്ലാത്തത്. ഏത് കാര്യം? കാറ്, മൊബൈല്, TV, ഭാര്യ. ഈ 4 കാര്യത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എപ്പോഴും കണ്ടവന്റെ കയ്യിലായിരിക്കും. അല്ല, ഇതിപ്പോ ഇവിടെ പറയാൻ കാര്യം? അല്ല, വക്കീൽ ഇങ്ങോട്ടൊരു ഉദാഹരണം പറഞ്ഞു, ഞാനും അങ്ങോട്ടൊരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം പണ്ടൊക്കെ ഇങ്ങേരിക്കേ ഊണിലും ഉറക്കത്തിലും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പഴാ ഊണും ഇല്ല ഉറക്കവും ഇല്ലടാ. 40 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. 40 കൊല്ലമായോ? ആ 40 വർഷമായി എന്റെ അമ്മ വീട് വിട്ട് ഇറങ്ങിയിട്ടല്ലേ. കണക്കായി പോയി. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ? ഞാൻ പ്രാർത്ഥിച്ചിട്ടാ കിടക്കുന്നത്. ഞാൻ ബോധവും പ്രേതപ്രാതൊന്നും കാണാൻ. അല്ല, ഈ പ്രാർത്ഥിച്ചിട്ട് കിടന്നാലേ നമ്മൾ ആരും ദുസ്വപ്നം ഒന്നും കാണൂല. ഇപ്പളാ ഇങ്ങേർക്ക് ഞാൻ ദുസ്വപ്നായത്. പണ്ടൊക്കെ ഇങ്ങേര് ഉറങ്ങണമായിരുന്നെങ്കിൽ ഞാൻ പാടണമായിരുന്നു. ഏത് പാട്ട്? ആന്തോളനോ ദോളനോ അരിതരു ഭഗവാനാന്ത്രോളനോ. ആന്ധ്ര എന്നൊക്കെ പറയണ്. ആന്ധ്ര അപ്പച്ച അമ്മച്ചി പാട്ട് നിർത്തി. ഞാൻ ഉറക്കവും നിർത്തി. നന്നായി.